വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും തന്നെ ഒരുപാട് ഇഷ്ടമാവുന്ന എന്നാൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്. മെയിനായിട്ട് ഇതിന് ബ്രെഡും പാലും മാത്രം മതി. വെറും 3 ചേരുവകളുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് തയ്യാറാക്കിയിട്ടെടുക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ബ്രെഡ് വേണം. ഞാനിവിടെ ഒരു 6 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ സാധാരണ ബ്രെഡാണ്, നിങ്ങൾക്ക് വീറ്റ് ബ്രെഡ് വേണമെങ്കിൽ അത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. പിന്നെ ഇതിന് നമ്മൾ സൈഡൊന്നും കളയുന്നില്ല, അതുകൊണ്ട് ഞാനിത് മുഴുവനായിട്ട് മിക്സിയുടെ ജാറിൽ ചെറുതായിട്ട് ഇട്ടിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. നമ്മളല്ലെങ്കിൽ കൈ കൊണ്ട് പൊടിച്ചിട്ടുണ്ടെങ്കിൽ സൈഡൊക്കെ ഉള്ളതുകൊണ്ട് അത്ര ശരിയായിട്ട് കിട്ടില്ല. അപ്പോൾ ഒരു മിക്സിയിലിട്ടിട്ട് നമുക്ക് ബ്രെഡെല്ലാം നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ ബ്രെഡെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് പാലാണ്. പാല് ഒരു 5-6 ടേബിൾ സ്പൂണൊക്കെ വേണ്ടി വരും. അത് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. 1/2 കപ്പ് മൊത്തം വേണ്ടി വരില്ല, 1/2 കപ്പിനേക്കാളും താഴെ വേണ്ടി വരുള്ളൂ. കാരണം ബ്രെഡ് ആയതുകൊണ്ട് ഒത്തിരി പാല് നമ്മൾ ഒരുമിച്ച് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകും. അപ്പോൾ നോക്കിയിട്ട് ചേർക്കുക പാല്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് നന്നായി കുഴച്ചെടുക്കണം. ഒത്തിരി അങ്ങ് സോഫ്റ്റായിട്ട് പോകണ്ട കേട്ടോ, അങ്ങനെയാണെങ്കിൽ അത്ര നന്നായിട്ട് കിട്ടില്ല. അപ്പോൾ അത് അതുപോലൊരു മാവായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കയ്യിൽ അല്പം നെയ്യ് തടവുക. എന്നിട്ട് നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഷേപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലെടുക്കാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ബോളാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പം ഞാൻ ബോളാക്കിയിട്ടല്ല, അതൊന്ന് ചെറുതായിട്ട് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത്. ഏത് ഷേപ്പ് എടുത്താലും കുഴപ്പമില്ല. പിന്നെ ഷേപ്പ് ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൽ ക്രാക്സ് ഒന്നും ഉണ്ടാവാതെ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ക്ലിയർ ആയിട്ട് വേണം എടുക്കാൻ, അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലിടുന്ന സമയത്ത് ആ ഒരു വിള്ളലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഭാഗം വെച്ചിട്ട് പൊട്ടിപ്പോവാനും എണ്ണ ഉള്ളിലേക്ക് കയറാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ എടുക്കുക. ഇപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ നമുക്ക് ഇത്ര എണ്ണമാണ്, ഒരു 9 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞ സമയത്ത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്താൽ മതി. കാരണം ബ്രെഡ് ആയതുകൊണ്ട് പുറംഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവും, ഉള്ളിൽ അധികം വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആവുന്നവരെ നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് വരും നമ്മൾ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ. പിന്നെ ഒത്തിരി എണ്ണയൊന്നും കുടിക്കില്ല കേട്ടോ, ഇത് നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇപ്പോൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു ഗോൾഡൻ കളർ ആയപ്പോഴാണ് എടുത്തിട്ടുള്ളത്. ഇനി ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഷുഗർ സിറപ്പാണ്. അപ്പോൾ ഷുഗർ സിറപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ വെള്ളം, 1/2 കപ്പ് വെള്ളം വേണ്ട, അതിൽ താഴെ ഒരു 1/4 കപ്പൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായി തിളച്ച് വരട്ടെ. അപ്പോൾ നമുക്ക് ഈ ഷുഗർ സിറപ്പിനൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് 2 ഏലക്കായ കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ സാധാരണ നമ്മൾ ഗുലാബ് ജാമുനൊക്കെ ചെയ്യുന്ന പോലെ ആ ഒരു രീതിയിലുള്ള ഷുഗർ സിറപ്പല്ല, നമ്മൾ കുറച്ചും കൂടെ തിക്കായിട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് ഇടുന്ന സമയത്ത് ശരിക്കും അങ്ങനെ കട്ടയായി ഇതിൻ്റെ മുകളിലൊക്കെ നന്നായിട്ട് ഷുഗർ സിറപ്പ് പിടിക്കുന്ന ഒരു രീതിയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല തിക്കായിട്ട് വരുന്ന വരെ നമുക്കൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. അതുപോലെ ഒന്ന് നോക്കുമ്പോൾ ചെറുതായിട്ടിങ്ങനെ ഒരു ഇറ്റിറ്റ് വീഴുന്ന ഒരു ഒറ്റനൂൽ പരുവം പോലെയൊക്കെയാണ് ആ ഒരു ഷുഗർ സിറപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഷുഗർ സിറപ്പ് നമ്മൾ നന്നായി തിളപ്പിച്ച് ആ ഒരു പരുവം എത്തിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ആ തിളക്കുന്ന ഷുഗർ സിറപ്പിലേക്ക് തന്നെയാണ് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബ്രെഡിൻ്റെ ഇതെല്ലാം ഇടേണ്ടത്. അപ്പോൾ ആ ചൂടോടുകൂടി തന്നെ നമ്മൾ ആ സിറപ്പിലേക്ക് ഇട്ടിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കണം. ഞാനെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം ഇതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് ആ ഷുഗർ സിറപ്പൊക്കെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഷുഗർ സിറപ്പ് നന്നായി കയറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു അളവിൽ ഷുഗർ സിറപ്പ് നമുക്ക് കറക്റ്റ് ആയിരിക്കും കേട്ടോ, ഒത്തിരി ബാക്കിയൊന്നും വരില്ല. ഷുഗർ സിറപ്പ് കറക്റ്റ് അതിൽ പിടിക്കാനുള്ളൊരു ഷുഗർ സിറപ്പേ ഉള്ളൂ. അപ്പോൾ ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് അതിൽ കയറാൻ വേണ്ടിയിട്ട് 2-3 മിനിറ്റ് തിളപ്പിച്ചിട്ട് ഞാനിപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഓഫ് ചെയ്ത ശേഷം ഒരു 1/2 മണിക്കൂർ നമുക്ക് അങ്ങനെ തന്നെ അതിൽ വെക്കാം. അപ്പോൾ നന്നായി ഷുഗർ സിറപ്പ് അതിൻ്റെ മുകളിലൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു 1/2 മണിക്കൂറായിട്ടുണ്ട്, കണ്ടില്ലേ ഷുഗർ സിറപ്പൊക്കെ നന്നായി പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഷുഗർ സിറപ്പൊന്നും അങ്ങനെ ഇല്ല, നന്നായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങയാണ്. ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുത്തിട്ടുള്ളത്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് എല്ലാവർക്കും അറിയുണ്ടാവും. അത് നമ്മൾ ഒന്ന് മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ചൂടാക്കി എടുക്കുന്ന തേങ്ങയാണ്. അപ്പോൾ അതിൽ നമ്മളൊന്ന് കോട്ട് ചെയ്തുകൂടി എടുക്കുകയാണെങ്കിലാണ് ഈ ഒരു സ്വീറ്റിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എടുത്തിട്ട് നമുക്ക് ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഇട്ടിട്ടൊന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം. ഇത് നിങ്ങൾക്ക് അല്ലാതെ കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അല്ലാതെ കഴിച്ചാലും മതി. പക്ഷെ ഇങ്ങനെ കോട്ട് ചെയ്യുമ്പോൾ ആ തേങ്ങയും കൂടെ മുകളിൽ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതുപോലെ നമുക്കെല്ലാം ഒന്ന്
തേങ്ങയിലൊന്ന് കവർ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ദാ ഞാനിവിടെ എല്ലാം ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. നല്ല എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്. എന്നാൽ നല്ല ടേസ്റ്റിയുമാണ്. ഇത് കണ്ടില്ലേ, ഇപ്പോൾ ആ ഷുഗർ സിറപ്പ് ഒത്തിരി ഒന്നും തോന്നില്ല, ആ ഒരു തേങ്ങയൊക്കെ വന്നിട്ടുള്ളതുകൊണ്ട്. അപ്പോൾ നമ്മുടെ സ്വീറ്റ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു. ഞാനിതൊന്ന് മുറിച്ചുകൂടെ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ സിറപ്പൊക്കെ കയറിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത്. എന്നാൽ ഒത്തിരി മധുരമൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല കഴിക്കുന്ന സമയത്ത് ആ തേങ്ങയൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നോക്കുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടണും അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.